ശ്രീകോവിലിന് മുകളിലേക്ക് പട്ടെറിയുകയും തിരുമുറ്റത്ത് തേങ്ങയുരുട്ടുകയും ചെയ്യുന്നതടക്കമുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന് മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി. എത്ര തവണ വിലക്കിയിട്ടും ആളുകൾ അത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കൊല്ലം കൂട്ടിക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. അവിടെ നിന്നാണ് മാളികപ്പുറത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ നിയോഗം എങ്ങനെയാണ് കാണുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളുള്ളതാണ്. ഒരുപാട് കാലം ആഗ്രഹിച്ചു കിട്ടിയ ഒരു പദവിയാണ്. അപ്പോൾ അത് ലഭിച്ചത് വളരെയധികം സന്തോഷം. എത്ര തവണ അപേക്ഷിച്ചിരുന്നു നേരത്തെ? 6 വർഷം അപേക്ഷിച്ചിരുന്നു. 6ാം തവണയാണ് ഇപ്പോൾ മാളികപ്പുറത്തെ അമ്മയായിട്ട് അവിടുത്തെ മേൽശാന്തിയായിട്ട് എനിക്ക് ഞർക്ക് കിട്ടുന്നത്. ശബരിമല മേൽശാന്തിയായിട്ടും അപേക്ഷിച്ചിരുന്നില്ലേ? അവിടെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ശബരിമല ധർമ്മശാസ്ത്ര അവിടുത്തെ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഞർക്കിൽ കിട്ടിയില്ല, മാളികപ്പുറത്തെ ഞർക്കിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വളരെ സന്തോഷം. ഈ ആദ്യത്തെ തവണ കിട്ടാതിരുന്നപ്പോൾ നിരാശ തോന്നിയിരുന്നോ? അത് തോന്നി, തീർച്ചയായിട്ടും. നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ആ പദവി കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചാണ് നമ്മൾ അപേക്ഷ അയക്കുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അതിൻ്റേതായ നിരാശ ഉണ്ടായിരുന്നു. ഈ വർഷം ആണ് ഭാഗ്യം കടാക്ഷിച്ചത്. അവിടെ ധർമ്മശാസ്താവിനെയാണ് പൂജിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഇവിടെ ദേവിയാണ്. എങ്ങനെ പൂജാവിധികളിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും. ധർമ്മശാസ്താവിൻ്റെ പൂജ അത് വേറെ, ദേവിയുടെ പൂജ അത് വേറെ. നമ്മളെല്ലാം ഇൻ്റർവ്യൂവിന് നമ്മളിതെല്ലാം പഠിച്ചിരിക്കണമല്ലോ. ഇൻ്റർവ്യൂ മാളികപ്പുറത്തേക്ക് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, ധർമ്മശാസ്താവിന് സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാ പൂജയും പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. ഇപ്പം മാളികപ്പുറത്തിൽ ഒരുപാട് അനാചാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവം, തേങ്ങയുരുട്ടൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഓരോ വർഷം നമ്മളൊക്കെ തന്നെ വാർത്ത ചെയ്യുമ്പം ഇക്കാര്യം പറയാറുണ്ട്. പക്ഷേ വീണ്ടും തീർത്ഥാടകർ വന്ന് ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ തുണിയെടുത്ത്, പട്ടെടുത്ത് മുകളിലേക്ക് എറിയുക, ശ്രീകോവിലിനകത്തേക്ക് എറിയുക, അങ്ങനെയൊക്കെയുള്ള കുറേ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്താ മാർഗം എന്നറിയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലാത്തതാണ്, ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇതെല്ലാം വീണ്ടും നടക്കുന്നുണ്ട്. ഈ തുണിയെടുത്തെറിയുക, ക്ഷേത്ര പരിസരം എത്ര ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയുന്നതാത്ത ഓരോ ഭക്തൻ്റെയും കടമയാണ്. അത് ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. നമ്മൾ എത്ര തവണ പറഞ്ഞാലും പൂജ കഴിക്കാൻ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീകോവിലിനകത്ത് മഞ്ഞപ്പൊടി പൊട്ടിച്ചെറിയുക, ഭസ്മം പൊട്ടിച്ചിടുക ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് പൂജ കഴിക്കുന്നത് തന്നെ സ്വസ്ഥമായിട്ട് പൂജ കഴിക്കാൻ പറ്റാത്ത തന്നെ അവസ്ഥയാണ്. ഇതെങ്ങനെയാണ് ഈ ആചാരം വന്നതെന്ന് അറിയില്ല. എത്ര നാൾ കൊണ്ട് പറഞ്ഞിട്ടായിട്ടും ഇതൊന്നും നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴും തുടർന്ന് പോവുകയാണ്. ഈ ശബരിമലയിൽ വന്നപ്പോഴുള്ള മേൽശാന്തിയായി അഭിഷിക്തനായി വന്ന സമയത്തുള്ള അനുഭവം എന്താണ്? അത് വളരെയധികം, ഞാൻ മുമ്പ് പല ചാനലിൽ പറഞ്ഞിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മേൽശാന്തിയായിട്ട് ശ്രീകോവിലിനകത്തേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റുമ്പം നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം. അത് വളരെയധികം പുണ്യം ആണത് ആ ഒരു സമയം. ഈ തീർത്ഥാടകരൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കാറില്ലേ? ഉണ്ട്. പിന്നെ ധാരാളം പേര് വന്ന് നേരിട്ട് സംസാരിക്കേണ്ട, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് തന്നെയാണ് പോകുന്നത് അവരെല്ലാവരും. ഈ നിയോഗം വലിയ സംതൃപ്തി നൽകുന്നു എന്നാണ് മനു നമ്പൂതിരി നമ്മളോട് പറയുന്നത്. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18.